ആദം ഡു സണ്ണി എന്താടോ തന്റെ ഗ്രാൻഡ് ചൈൽഡിന്റെ പരിപാടിയല്ലേ ഇപ്പൊ ഈ നടക്കാൻ പോകുന്നത്? പിന്നല്ലാതെ. എന്നിട്ട് ആ കുട്ടിയെ കാണുന്നില്ലല്ലോ. പരിപാടി തുടങ്ങാനായില്ലേ? എടോ നമ്മള് പരിപാടി എപ്പോഴാ പറഞ്ഞത്? 9:30. 9:30 ആയോ? ആയിട്ടില്ല, 10 മിനിറ്റ് കൂടി ഉണ്ട്. എന്നാ താൻ കേട്ടോ, കറക്റ്റ് 9:30 ഷാർപ്പ് ടൈമിന് എന്റെ പേരക്കുട്ടി ഇവിടെ എത്തും. ഓ, പഞ്ച്വാലിറ്റി. പിന്നെ അല്ലാതെ. I'm a bad girl, hear the thunder in my heels. Bad girl, breaking all your shiny seals. Am I too much or just enough? I'm a bad girl, tough. Adam sir, she is here. ഒന്ന് ചിരിക്കു പെണ്ണ്. എനിക്കതിന്റെ ആവശ്യമില്ല. ശരി, ഒരിക്കലും നീ ചിരിക്കും. കാണാം. ഓ, കാണാം. ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്നത്തെ പ്രഭാതം എനിക്ക് ഒരുപാട് സ്പെഷ്യലാണ്. എൻ്റെ പേരക്കുട്ടി ഇസബെല്ല ഇന്ന് ഇന്നോവേഷൻ അവാർഡ് വാങ്ങി. ചൈൽഡ്ഹുഡ് മുതൽ തന്നെ അവൾ ഡിഫറെന്റ് ആയിരുന്നു. മറ്റുള്ള കുട്ടികൾ റൂൾസ് ഫോളോ ചെയ്തു, പക്ഷെ അവൾ റൂൾസ് ക്രിയേറ്റ് ചെയ്തു. ഓൾവേസ് ക്വസ്റ്റ്യൻസ്, ഓൾവേസ് ഐഡിയാസ്, സംടൈംസ് ഈവൺ ഐ കുഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഇന്ന് വേൾഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്തു. എൻ്റെ ഹൃദയം നിറഞ്ഞു. ആസ് എ ഗ്രാൻഡ് ഫാദർ ഇങ്ങനൊരു റെക്കഗ്നേഷൻ കിട്ടുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ഹെർ അവാർഡ്, ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷവുമാണ്. പ്രൗഡ് ഓഫ് യു മൈ ഇസബെല്ല. ബെല്ല, ഹാവ് എ ടോക്ക് വിത്ത് ദം. ഗുഡ് മോർണിംഗ് ഓൾ. When I started this journey, ആളുകൾ പറഞ്ഞു നിനക്കിത് പറ്റില്ല. They doubted me, they laughed at me. But today, ഞാനിവിടെ നിൽക്കുന്നത് ഇന്നോവേഷൻ അവാർഡ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ്. This is not luck, not chance. ഇതെൻ്റെ ഹാർഡ് വർക്ക്, എൻ്റെ വിഷൻ, എൻ്റെ കറേജ്. I am proud of myself, yes. ഞാൻ എനിക്ക് വേണ്ടി തന്നെ ക്ലാപ്പ് ചെയ്യുകയാണ്. Because if I didn't believe in me, ആരും എന്നിൽ വിശ്വസിക്കുമായിരുന്നില്ല. Today I say with pride, I dared, I worked, I conquered. And thank you. എടാ, ഇവരെന്താടി ഇങ്ങനെ? അതൊരു സ്റ്റോൺ ആണ് മോളെ. അതിൻ്റെ ഉള്ളിൽ ഫീലിങ്സ് എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ല. എന്തിന് സിമ്പത്തി, എമ്പത്തി ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പുള്ളിക്കാരുടെ ഇഷ്ടമാണ്. ഷി ലവ് ഹെർസെൽഫ് മോർ ദാൻ അതേഴ്സ്. അതുകൊണ്ട് തന്നെ അവരവരുടെ കാര്യം ആദ്യം തന്നെ നോക്കും. അവരവരിൽ തന്നെ പ്രൗഡായിരിക്കും. അതുപോലെ നമുക്കാർക്കും പറ്റില്ല. നമ്മളെ സെൽഫിനെ ബിലീവ് ചെയ്യുന്നില്ലല്ലോ. പക്ഷെ അതും മാത്രം ഞാൻ കണ്ടില്ല. ഭയങ്കര പ്രൈഡാണ്, അഹങ്കാരം നല്ല രീതിക്കുണ്ട്. അവർക്ക് അഹങ്കരിക്കാം, കാരണം അവർ ഇത്രയും പഴുത്തി ഇവിടെ വരെ എത്തിയ ഒരാളാണ്. അവർക്ക് അഹങ്കരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതും ശരിയാ. പെങ്കൊച്ചെ, ഞാനിപ്പോ പോവാ. ശരി. ഇത് മാത്രമേ ഉള്ളൂ? വേറൊന്നും പറയാനില്ലേ? ഞാൻ എന്താ പറയേണ്ടത്? ഒരു ഐ ലവ് യു പറയടി. ഗ്രാൻഡ്മയോട് നിന്റെ അന്വേഷണം ഞാൻ പറഞ്ഞോളാം. അപ്പൊ ശരി. செம்பூவே உன் வாசம் வரும் வாசல் என் வாசல் உன் பூங்காவனம் வாய் பேசிடும் புல்லாங்குழல் நீதான் ஒரு பூவின் மடல் வாய் பேசிடும் புல்லாங்குழல் நீதான் ஒரு பூவின் மடல் பூவே செம்பூவே உன் வாசம் வரும் பூவே செம்பூவே நிழல் போல நானும் ഗുഡ് മോർണിംഗ് ചേട്ടാ. ഗുഡ് മോർണിംഗ് സന്തൽ. എന്താ അവിടെ പ്രതീക്ഷിക്കാതെ ഒരു വരവ്? ചേട്ടാ, അത്യാവശ്യമായിട്ടൊരു സഹായം ചെയ്തു തരണം. എന്താടാ പറ. അതെ, എനിക്കൊരു കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. കുറേ കാലം ഞാൻ പിന്നാലെ നിൽക്കുന്നു. പക്ഷെ എങ്ങനെ അത് പറയണമെന്ന് എനിക്കറിയില്ല. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് പൂ കൊടുത്ത് പ്രപ്പോസ് ചെയ്ത് നോക്കാൻ. അപ്പോൾ നമുക്ക് ഒരാളോട് ക്രഷ് ഉണ്ടെന്ന് തോന്നുന്ന രീതിയിൽ ഏത് ടൈപ്പ് പൂവാ ചേട്ടാ കൊടുക്കാൻ പറ്റുക? എടാ, നീ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് റോസസ് കൊടുക്കാം. വേണമെങ്കിൽ റെഡ് റോസ് ഓർ പിങ്ക് റോസ് ഓർ യെല്ലോ റോസ്, ഇങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം കൊടുത്താൽ മതി. എങ്കിൽ ചേട്ടാ, ഒരു പിങ്ക് റോസിന്റെ ബൊക്കെ എനിക്ക് വേണം. ഓ ഷുവർ. എപ്പൊക്കെ? ഇന്ന് ഈവനിങ് ആവുമ്പോൾ മതി. എന്നാ നീ പോയിച്ചും വാ. എനിക്ക് കുറച്ച് ഓർഡർ ഇട്ടിട്ടുണ്ട്. കുറച്ച് സ്ട്രീറ്റൊക്കെ കറങ്ങി പൂക്കളൊക്കെ കൊടുത്തിട്ട് ഞാൻ വരാം. ഓക്കെ ചേട്ടാ, ശരി. ബൈ. ബൈ.
പിള്ളേർക്ക് വരെ ലൈൻ സെറ്റാൻ പോണ്. നീ ഇവിടെ മൂത്ത് നരച്ച് നിന്നോളൂ കേട്ടോ. ആഹാ ഇതെവിടുന്ന് കയറി വന്ന്? ഞാൻ അപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. ആഹാ ആണല്ലേ. നീ ഇവിടെ ആരാ? ഇവിടത്തെ വർക്കർ. എന്നിട്ട് എന്താ മോൻ പുറത്തിരിക്കണേ? ഇവിടെ പണിയൊന്നുമില്ല ചെയ്യാൻ? ഉണ്ട്. എന്നാ പോയി അതിരുന്ന് ചെയ്യപ്പെടും പിള്ളേ, എന്നെ ഉപദേശിക്കാൻ വരുന്നവള്. അല്ലേലും നിന്നോടൊക്കെ പറയാൻ വന്നതിന് എനിക്ക് കിട്ടണം. എടോ താനിങ്ങനെ ഡിസ്റ്റർബ് ആവല്ലേ? എനിക്ക് സമയമാകുമ്പോ എന്റെ പെണ്ണ് എന്നെ തേടി വരും. എടാ പൊട്ട, ആണ് പെണ്ണിനെ തേടിയാ പോണ്ടത്. നോ നോ നോ, എന്റെ കാര്യത്തിൽ എന്റെ പെണ്ണ് എന്നെ തന്നെ തേടി വരണം, എന്നല്ലല്ലോ ഒരു ഗുമ്മുള്ളൂ. എന്നാ പിന്നെ നീ നോക്കിയിരിക്കത്തേ ഉള്ളൂ. എന്റെ ബോയ് ഫ്രണ്ടിനെ കണ്ടൊക്കെ പഠിക്കണം നീ. എനിക്ക് എന്റെ ചേട്ടനോടില്ലാത്ത മതിപ്പാണല്ലോട് നിനക്ക് അവനോട്. പിന്നെ നിന്റെ ചേട്ടൻ തന്നെ എന്റെ കാമുകനല്ലേ, അപ്പൊ എനിക്കുണ്ടാവില്ല മതിപ്പൊക്കെ. ചെല്ല് ചെല്ല്, കുറച്ച് ബൊക്കെ ഉണ്ടാക്കാനുണ്ട്, പോ ചെല്ല്. ഓ ഞാൻ പോവാ. അല്ല നിനക്ക് എവിടൊക്കെയൊന്നും ഓർഡർ ഉള്ളത്? പിർച്ചോട് റോഡില് 4 ബൊക്കെ വന്നിട്ടുണ്ട്, മോൺസ്റ്റോൺ സ്ട്രീറ്റില് 5 എണ്ണം വന്നിട്ടുണ്ട്, പിന്നെ സിൽവർ സ്ട്രീറ്റിൽ 2 എണ്ണം ഉണ്ട്, പിന്നെ വേറെ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. Hello sir, this is Blossom Basket Shop. May I know what kind of flowers you had like to order today? ഇംഗ്ലീഷ് മോനെ മലയാളം സംസാരിക്കില്ലേ? യെസ് സാർ, ഡെഫിനറ്റ്ലി. നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം. സാറ് പറഞ്ഞോളൂ. അങ്ങനെ വഴിക്കുക. അല്ല മോൻ്റെ പേരെന്താ? ലിയാൻ. ലിയാൻ കുട്ട, എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു അപ്രിസിയേഷൻ രീതിക്ക് കുറച്ച് പൂ കൊടുക്കണം, ഒരു ബൊക്കെ. ഈ വാട്ട് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സാണ് നിങ്ങൾ അതിന് കൊടുക്കാൻ യൂസ് ചെയ്യാറ്? സാർ അപ്രിഷിയേറ്റ് ചെയ്യാനാണെങ്കിൽ പല ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്. പിങ്ക് റോസ് ഉണ്ട്, ജാസ്മിൻ ഉണ്ട്, ലോട്ടസ് ഉണ്ട്, സൺഫ്ലവർ ഉണ്ട്, ക്രൈസാന്തമം ഉണ്ട്, കാർണേഷ്യൻ ഉണ്ട്. അങ്ങനെ ഏത് വെള്ളം കൊടുക്കാം. ഓ ചെമ്പരത്തി കൊടുക്കാൻ പറ്റില്ലല്ലേ? നോ സാർ. ഓക്കെ, എന്നാൽ താൻ കുറച്ച് ലോട്ടസ് വേണ്ട, എല്ലാ പൂക്കളും വെച്ചിട്ട് ഒരു ബൊക്കെ വേണം. ഞാൻ പറയുന്ന സ്ട്രീറ്റിക്ക് കൊടുത്താൽ മതി. ഓക്കെ സാർ. എത്ര മണിക്കാണ് കൊടുക്കേണ്ടത്? ഇന്നൊരു 4-5 മണിയാകുമ്പോൾ കൊടുത്താൽ മതി, അവൾ അപ്പോഴേ വീട്ടിലെത്തൂ. ഓക്കെ സാർ. ഓക്കെ, സ്ട്രീറ്റിന്റെ നെയിം എവർഗ്രീൻ റോഡ്, 2ാമത്തെ വീട്. ഓക്കെ. ആൻഡ് പൈസ ഞാൻ GPay ചെയ്യുന്നുണ്ട്, എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. യെസ് ഡെഫിനറ്റ്ലി സാർ. ദെൻ ബൈ ലിയാൻ. ബൈ സാർ. കഷ്ടായിപ്പോയി. എന്തേടാ? നമുക്ക് കിട്ടിക്കുന്ന മോസ്റ്റ് ഓഫ് ഓർഡേഴ്സ് ലെഫ്റ്റാ, പക്ഷെ ഇത് മാത്രം റൈറ്റ്. എന്നുവെച്ചാ നീ എല്ലാവടെയും ചുറ്റേണ്ടി വരുന്നു. സാറില്ല, എന്തായാലും ബൊക്കെ ഉണ്ടാക്ക്. എന്താ ഓർഡറാ? ഞാൻ ചെയ്തോളാം, നീ പൊക്കോ. ശരി. ഗോൾ, നിനക്ക് അവാർഡ് കിട്ടിയത് ഞാൻ കേട്ടു. കിട്ടിയെങ്കിൽ ഞാൻ നിനക്കൊരു സാധനം തന്നയക്കുന്നുണ്ട്. ഫ്ലവേഴ്സ് വല്ലതാണെങ്കിൽ. യെസ് ഡെഫിനറ്റ്ലി. യു നോ ദാറ്റ് വെരി വെൽ ഐ ഹേറ്റ് ഫ്ലവേഴ്സ്. അതറിയാം. അതുപോലെ ജീവിതകാലം മുഴുവൻ നീ അത് വെറുക്കണമെന്നുണ്ടോ? ഞാൻ തരുന്ന ഫ്ലവർ നീ വാങ്ങിക്കണം. കുറച്ച് നിമിഷത്തിനുള്ളിൽ, അല്പസമയത്തിനുള്ളിൽ അത് അവിടെ എത്തും. അത് ഞാൻ നിനക്ക് സ്നേഹത്തോടെ നൽകുന്നതാണ്. അത് വെറുതെ പിച്ച് ചെയ്ത് കളയാണ്ട് അവിടെ ഷെൽഫിൽ കൊണ്ടെടുത്ത് വെച്ചോളൂ, കേട്ടല്ലോ? ആ പൂ കൊണ്ടുവരുന്നവന്റെ അവസാനായിരിക്കുന്നു. ഹലോ ഈശ്വര, അവൻ വിളിച്ചിട്ട് ഓർഡർ ക്യാൻസൽ ആക്കിയല്ലോ. അതാ നല്ലത്. ഹലോ ഹലോ മോളെ, ആ ലിയാൻ കുട്ടി അവിടെ ഇല്ലേ? ഇല്ല, അവൻ ഓർഡർ കൊടുക്കാൻ പോയി. അവന് വേറെ നമ്പർ വിളിച്ച കിട്ടോ? ഫോണൊന്നും കൊണ്ടുപോയിട്ടില്ല. എന്ത് പറ്റി സാർ? ഒരു ഓർഡർ ക്യാൻസൽ ആക്കാനായിരുന്നു. ഇപ്പൊ ഇനി എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല സാർ. അപ്പൊ അവൻ എവിടെ എത്തിയിട്ടുണ്ടോ? സാറില്ല താൻ വെച്ചോ. ഓക്കെ സാർ. I'm gonna kill him. Ma'am, are you Isabella? Ma'am? Yes. Ma'am, it's a delivery for you from Abel. Congratulations on your big win. I saw a flower grow through the stone. Thank you, ma'am. Wait. Yes, ma'am. Your name? Lian, ma'am. And then I'm leaving, ma'am. Yeah, okay. A story untold, a story so bold. Do we bloom or fade away?
ഹലോ എന്തേടി നീ അവനെ കൊന്നാ? അല്ല നീ നേരത്തെ ആ പൂ കൊണ്ടുവരുന്ന ചെക്കനെ കൊല്ലുന്നൊക്കെ പറഞ്ഞില്ലേ, എന്തെങ്കിലും ചെയ്ത നീ അവനെ? ഞാനൊന്നും ചെയ്തിട്ടില്ല. എങ്കിൽ വയ്യോ കോൾ മീ. നീ എന്നെ വിളിക്കാത്ത ഒരാളാ. ആ ഒരാളെ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്തോ അവന് ചെയ്ത്? ഓ ഞാൻ അവനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നീ എന്തിനാ വിളിച്ചത്? അത് പറ. എടാ നാറി, നീ എന്നെ കൊണ്ട് എന്തെങ്കിലും പറയാൻ സമ്മതിച്ചോ? നീ ഇങ്ങോട്ടല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഓ എന്തിനാ വിളിച്ചേ? പറയൂ. അത് നീ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്ന പൂ വാങ്ങിച്ച ഷോപ്പ് ഏതാണ്? അതെന്തിനാ നിനക്കറിഞ്ഞിട്ട്? അത് പൂ വാങ്ങിക്കാൻ. ഓ പൂ വാങ്ങിക്കാൻ. ഞാൻ പൂ തരാൻ തന്നപ്പോ പൂ ഇഷ്ടമില്ലാത്ത നീ അവനെ കൊല്ലാൻ നിന്നപ്പോ ഇപ്പൊ നിനക്ക് പൂ വേണമെന്ന് ഞാൻ വിശ്വസിക്കില്ല മോളെ. എന്താന്ന് വെച്ചാ വേം പറഞ്ഞു. ഫൈൻ, ഐ ഫാൾ ഇൻ ലവ് വിത്ത് ഹൂ? വിത്ത് ദ ഫ്ലവർ മാൻ. ഈശ്വര, എന്റെ ചെവികൾക്ക് ഇത് എന്തു പറ്റി? ഞാൻ എന്തിങ്ങനൊക്കെ കേൾക്കുന്നേ? ഫോർ ഗോഡ് സേക്ക് പ്ലീസ് ബി സീരിയസ്. ഞാനിവിടെ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞത്. ബെൽ, ഇത് സീരിയസ് ആണെങ്കിൽ എനിക്ക് നിന്നെ നേരിട്ട് കണ്ട് സംസാരിക്കണം. ഓക്കെ. എന്നാ നമ്മുടെ ഓൾഡ് കോഫി ഷോപ്പിക്ക് വാ. ശരി. പറ. ലൂയിസ്, എൻ്റെ ലൈഫിൽ ഇത്രയും സേഫായി ഫസ്റ്റ് ടൈമാണ് തോന്നുന്നത്. അവനെ കണ്ട നിമിഷം തൊട്ട് ഐ ഡോണ്ട് നോ, ഐ കാൻ സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ഹിം. ബെല്ല, സീരിയസ്ലി? ഒരു ഡെലിവറിയിൽ കണ്ട് ഇപ്പൊ ലവ് ആയിന്ന്? ഇത് റിയൽ ലവ് തന്നെയാണോ? അതെ ലൂയിസ്, എൻ്റെ ലൈഫിൽ ഞാൻ ഒരു ബോയ്ക്ക് പോലും ഇതുവരെ ഒരു ചാൻസ് കൊടുത്തിട്ടില്ല. എനിക്ക് ആരോടും ഇതുവരെ ഒരു ഫീലിങ്സ് തോന്നിയിട്ടില്ല. ബട്ട് ഇവനെ കണ്ടത് മുതൽ എനിക്ക് എന്താണെന്നറിയില്ല, എൻ്റെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടി. ഹിസ് ഡിഫറെൻറ്റ്. ഞാൻ സേഫായി ഫീൽ ചെയ്തു, ഗുഡായി ഫീൽ ചെയ്തു. നിന്റെ സേഫ് ഫീലിങ്സ് ക്രഷും ഒക്കെ ഒരുപോലെയല്ല. സംടൈംസ് അത് ജസ്റ്റ് അട്രാക്ഷൻ ആകും, നിന്റെ ഹാർട്ടിൽ തോന്നിയതാകും. ഇല്ല ലൂയിസ്, ഇത്രയും സ്ട്രോങ് ഫീലിംഗ് ഞാൻ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞാൻ അവന് വേണ്ടി ട്രൈ ചെയ്യും. അല്ല, നീ ഒരു സ്റ്റബ്ബോൺ സോളാണ്. ബട്ട് ഓക്കെ, ഇഫ് യു റിയലി വാണ്ട് ദിസ്, ഞാൻ ഹെൽപ്പ് ചെയ്യാം. നിന്റെ പ്ലാൻ എന്താണ്? നത്തിങ്. ഞാൻ നാളെ പോയി പ്രപ്പോസ് ചെയ്യും. റിയലി ഡ്യൂഡ്, ദിസ് ഈസ് വാട്ട് യുവർ പ്ലാൻ? അതിനെന്ത് എത്ര കുഴപ്പം? നീ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ശിശുവാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പറയണം, എന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ ഇങ്ങനെ പോയി ലവ് യു പറഞ്ഞാൽ അവനെ അക്സെപ്റ്റ് ചെയ്യാനേ പോകുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? എടി, ഒരു ബോയിനെ ഫാളാക്കാൻ ഈസി അല്ല. യു നീഡ് ടു നോ ഹൗ ടു ടോക്ക്, ഹൗ ടു ഓപ്പൺ അപ്പ്. അതെങ്ങനെ ചെയ്യാനാ? ആദ്യം നിന്റെ ഈഗോ ഉണ്ടല്ലോ, ആ സാധനത്തിനെ മാറ്റി വെക്കണം. ഈഗോ ഉണ്ടെങ്കിൽ അവിടെ പ്രണയം ഉണ്ടാവില്ല എന്നാ പറയാ. കാരണം രണ്ടുപേരും തോറ്റു കൊടുക്കാൻ ശ്രമിക്കില്ല. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ ഒരു വിള്ളൽ വീഴും. ഇനി എന്താ, ഒരാൾക്ക് മാത്രം ഈഗോ ഉണ്ടെങ്കിൽ മറ്റാൾ മാത്രം എഫേർട്ട് ഇടും. ആ എഫേർട്ടിൽ ഇയാൾക്ക് തോന്നുകയാണ് ഇത്രയും കാലം ഞാൻ ചെയ്തിട്ടും അവൾ ഇപ്പോഴും ഈഗോ പിടിച്ച് നടക്കുകയാണ്, സെറ്റ് ആവില്ലെന്ന് തോന്നിയാൽ ഹി വിൽ ഡെഫിനറ്റ്ലി ഗോണ ലീവ് യു. ആ പയ്യന്റെ സ്വഭാവം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അവന് ഈഗോ ഇല്ലാത്ത കൂട്ടത്തില്ല. പക്ഷെ നീ അങ്ങനെയല്ല, നല്ല രീതിക്ക് ഈഗോ ഉള്ള കൂട്ടത്തില്ല. ഞാൻ കാര്യം പറഞ്ഞതാ, കാരണം നിന്റെ കൂടെ ജനിച്ച മുതൽ ഞാൻ ഉണ്ടല്ലോ. ബാക്കി പറ. പിന്നെ നിന്നെപ്പോലൊരു വലിയ ബിസിനസ് വുമൺ ഒരു പൂക്കാരനെ പ്രേമിക്കുന്നതിന്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ നിനക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അവനും കുറെ പേര് കളിയാക്കും, കുറെ പേര് അവനെ പൊക്കി കയറ്റും, അങ്ങനെയൊക്കെ വരും. പക്ഷെ ഇതൊന്നല്ല മെയിൻ, അവന്റെ ഹൃദയത്തിൽ സ്ഥാനം ഉണ്ടാക്കുക. അതിന് ഈ ക്ലീശയായിട്ട് പോയിട്ട് ഐ ലവ് യു മാത്രം പറഞ്ഞാൽ പോരാ. അവന്റെ ഉള്ളിൽ നിന്നെ കാണാനുള്ള കൊതി, നിന്നെ കാണുമ്പോൾ മാത്രം അവന്റെ ഹൃദയമെടുപ്പ് കൂടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പിന്നെ നിന്നെക്കുറിച്ച് അവനോട് പൂർണ്ണമായും ഓപ്പൺ അപ്പ് ആവണം. അതുപോലെ തന്നെ അവനെക്കുറിച്ച് അറിയണം. അവൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അവൻ എന്ത് ചെയ്യുന്നു, എവിടെ പഠിക്കുന്നു, അവൻ എവിടെയാണ് ഇപ്പോൾ, ഇതെല്ലാം നീ അറിഞ്ഞിരിക്കണം. അതുപോലെ അവനും രണ്ടുപേരോടത്തും ഒരു കാര്യങ്ങളും രഹസ്യമായിട്ട് ഉണ്ടാവാനും പാടുള്ളതല്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവനെ ഇപ്പൊ നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അവനെ ഫോഴ്സ് ചെയ്ത് ഇഷ്ടപ്പെടുപ്പിക്കാൻ പാടുള്ളതല്ല. എന്തെങ്കിലും ഒരു ദിവസം നിന്റെ പ്രണയം സത്യമാണെന്ന് മനസ്സിലാക്കി അവൻ തിരിച്ചു വരുന്നത് വരെ നീ വെയിറ്റ് ചെയ്യണം. എനിക്ക് അവനെ വിട്ടുകളയാൻ പറ്റില്ല. ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്. നീ നിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരാളെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എങ്ങനെ ലവ് ആവുന്നേ? നിനക്കുള്ള സെയിം ഫീലിങ്സ് അവന്റെ ഉള്ളിൽ ഉണ്ടായാലേ അവിടെ പ്രണയം ഉണ്ടാകും. അതിനുള്ള സാവകാശവും സമയവും നീ കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ അവൻ ഈ നാട് തന്നെ വിട്ടുപോയാൽ പിന്നെ നീ എന്ത് ചെയ്യും? നീ ഫോഴ്സ് ചെയ്താണ് പിന്നെ അവനെ ഇഷ്ടപ്പെടിപ്പിക്കുന്നതെങ്കിൽ ആ പ്രണയം അധികകാലം ഉണ്ടാവും തോന്നുന്നുണ്ടോ? നിനക്കുണ്ടാവും, പക്ഷെ അവനുണ്ടാവും തോന്നുന്നുണ്ടോ? അവൻ വെറുപ്പോടും ദേഷ്യത്തോടെയും നിന്നെ കാണും. ഇത് നിന്റെ ട്രൂ ഫീലിങ്സ് ആണെങ്കിൽ, നിനക്ക് അവനോട് ഇഷ്ടമുണ്ടെങ്കിൽ, അവനെ വിട്ടുകളയാൻ തോന്നില്ലെങ്കിൽ അവന് വേണ്ടി എന്തും ചെയ്യാൻ നീ തയ്യാറായിരിക്കണം. ഞാൻ പറയുന്ന പോലെ ചെയ്തു നോക്ക്, നമുക്ക് നോക്കാം വീഴുമെന്ന്. ഓക്കെ, പറയ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ലൈഫിൽ ഫസ്റ്റ് നീ എന്നോട് ഞാൻ പറയുന്നത് ചെയ്യാന്ന് പറയുന്നു. എനിക്ക് സന്തോഷമായി മകളെ, സന്തോഷമായി. കൂടുതലിട്ടുണ്ടാക്കരുത്, എൻ്റെ നല്ലത് വാനിക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ആൻഡ് വൺ മോർ തിങ്, ഈ അൺറൊമാൻറ്റിക് ഫേസും ഈ കോൾഡ് സംസാരവും മാറ്റി നല്ല റൊമാൻറ്റിക്കും നല്ല കാമും നല്ല ക്യൂട്ടുമായിട്ട് നിൽക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ അവൻ അവൻ്റെ വഴിക്ക് പോകും. ഇത്തിരി പാടാണ്, എങ്കിലും ഐ വിൽ ട്രൈ. യെസ്, ഇതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവന് വേണ്ടി നീ ഇപ്പൊ കണ്ടില്ലേ ഇതിനെ മാറ്റാൻ ശ്രമിക്കാൻ പോകുന്നത്? ഇതന്നെ കണ്ടിന്യൂ ചെയ്തോ, സെറ്റാണ്.
this is Blossom Basket Shop. May I know what kind of flowers you had like to order today? Red rose bouquet. Okay, ma'am, details പറഞ്ഞോളൂ. Heaven Palace, Lightning Apartment, 5th room, time 8 p.m. Thank you, ma'am. Your order will be there in 8 p.m. About payment? അത് ഈ നമ്പറിൽ ജിപേ ചെയ്താൽ മതി, മാഡം. Okay. ഇസ, ഞാൻ ഓർഡർ കൊടുത്തിട്ട് വരാം. ആടാ ചെല്ലേ. അവസാനത്തെ ഏതാ? ഹെവൻ പാലസ് സ്ട്രീറ്റ്, ലൈറ്റിംഗ് അപ്പാർട്ട്മെന്റ്, 5th റൂം. ഓക്കെ. ഇതെന്റെ റൂമാണല്ലോ. ഓ യെസ്, ഈ നേരത്താണ് വിളി കളിക്കാൻ നിൽക്കുന്നത്. എസ, ഓർഡർ കൊടുക്കുന്ന ഫ്ലവേഴ്സ് വെച്ച് കളിക്കരുത് ഞാൻ പറഞ്ഞില്ലേ? എടാ, ഇനി ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതൊന്നുറ്റാ? ഇത് ഓർഡർ വന്നതാ. ഓർഡർ ഞാൻ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചേ. ഹെവൻ പാലസ് സ്ട്രീറ്റ്, ലൈറ്റിംഗ് അപ്പാർട്ട്മെന്റ്, 5th റൂം. പറ. ഹെവൻ പാലസ്, ലൈറ്റിംഗ് അപ്പാർട്ട്മെന്റ്, 5th റൂം. അത് നിന്റെ റൂമല്ലേ? അത് തന്നെ. ഇത് നീ അല്ലാണ്ട് പിന്നെ ആരാ തരാ? എന്റെ പൊന്നിടവൻ, ഞാൻ അത് കളിച്ചു തോന്നല്ല. ഇത് ശരിക്കും ഓർഡർ വന്നത് ഒരു പെൺകുട്ടി. സത്യം. എടാ, ഇത്രയും നല്ല റെഡ് റോസ് ഞാൻ എന്തിനാ ചീത്താക്കുന്നത്? അതും ശരിയാണല്ലോ. ഇതിപ്പോ ആരാന്ന് എങ്ങനെ കണ്ടുപിടിക്ക? വേറെ ആര്? നിന്നോട് ക്രഷ് തോന്നിയ കൂട്ടത്തിൽ ഏതോ പറയണ്ട. ഇതേ കൊച്ച, മുണ്ടാണ്ട് പൊക്കോ. 8:30 കഴിഞ്ഞു. നീ വീട്ടിൽ പോവാൻ നോക്കിയേ. അല്ലേലും ഞാൻ പോവാ. എന്തായാലും ആ കൊച്ചിന് വിട്ടുകളയണ്ട. പ്രേമിക്കാൻ പറ്റിയെന്നാണെങ്കിൽ പ്രേമിച്ചോടാ. നമ്മളൊന്നും പറയുന്നില്ല. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് മൂട് കളയാൻ വേണ്ട. മതിടി മതി. പോ, ചെന്ന് അവനായിട്ട് കുറുങ്ങാൻ നോക്ക്. അതിനെന്നെ പോണേ. ബൈ ബൈ. ഈ അരി ഈ കലത്തിൽ വേവൂല. Hello, this is Blossom Basket Shop. May I know what kind of flowers you had to like to order today? I want to gift a flower vase with flower. Oh, okay, madam. Do I need to write something on it? Yes. എന്താണ് മാഡം എഴുതേണ്ടത്? For my only love in Spanish. ഓ മാഡം, എനിക്ക് സ്പാനിഷ് അറിയില്ല. Just write it. Para mi único amor. സോറി ടു ആസ്ക്. ലവറിനാണോ മാഡം? Yes. ഓക്കെ മാഡം, ഡീറ്റെയിൽസ് പറഞ്ഞോളൂ. എവിടെ കൊടുക്കേണ്ടതെന്ന്? Okay. Heaven Palace Street, Lightning Apartment, 5th room. ഓക്കെ മാഡം, താങ്ക് യു. You're welcome. വെയിറ്റ്, ഹെവൻ പാലസ് സ്ട്രീറ്റ്, ലൈറ്റിംഗ് അപ്പാർട്ട്മെന്റ്, 5th റൂം. ഷിറ്റ്, അപ്പൊ ഇതാണ് എസ് പറഞ്ഞ പെണ്ണ്. ഓ, വെറുതെ ഒരു വേസ് ചീത്തയാക്കി. നാളെ മോള് വീണ്ടും വിളിക്കും. അപ്പൊ ഞാൻ കാണിച്ചു തരാം. Excuse me. യെസ്, കം ഇൻ. ഞാൻ തന്നെ എവിടെയോ. ഞാൻ ഇസബല്ല. ഒരിക്കലും എനിക്ക് ഇയാളെ ഫ്ലവർ കൊണ്ട് തന്നിരുന്നു. ഞാൻ ഓർക്കുന്നു. എന്താ ഇവിടെ ഫ്ലവർ വല്ലതും വേണോ? അതല്ല, എനിക്കൊരു ജോലി വേണമായിരുന്നു. ജോലിയോ? പക്ഷേ അത് പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി എനിക്ക് നഷ്ടമായി. ഇപ്പോൾ ഞാൻ പലതും ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ എവിടെയും എടുക്കുന്നില്ല. അതുകൊണ്ട് അവസാനത്തെ ചോയ്സ് അത്. പ്ലീസ്, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ഇവിടെ തരണം. അതിപ്പോൾ 3 പേർക്ക് ചെയ്യാൻ തക്കതായ ജോലികളൊന്നും ഇവിടെ ഇല്ല. എങ്കിലും താനിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു പണി ചെയ്താൽ ഇവിടെ കൗണ്ടറിലിരുന്നു. കൂടുതൽ ഓർഡറും ജിപേ വഴിയാണ് നമുക്ക് കിട്ടാറ്. എങ്കിലും ക്യാഷ് വരുമ്പോൾ താനത് നോക്കിയാൽ മതി. താങ്ക് യു സോ മച്ച്. യു ആർ വെൽക്കം. ഞാൻ ഇന്ന് തൊട്ട് ജോയിൻ ചെയ്യണോ അതിന് നാളെ വരണോ? തൻ്റെ ഇഷ്ടം. ഞാനിന്ന് ഇന്ന് തൊട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ ദെൻ. ഇതാരാ? നമ്മുടെ പുതിയ ജോയിൻ ഇസബല്ല. ഓ ഹായ്, നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു ടു. മതി മതി, വന്ന് പണി ചെയ്യടി. വരുവാ.
കുഞ്ഞ് ഇന്ന കോഫിയോ? ഞാനതിനൊന്നും പറഞ്ഞില്ലായിരുന്നു. ഇല്ല, ഇത് മോന് തരാൻ പറഞ്ഞ ഒരു ഓർഡർ വന്നതാ. എനിക്ക് തരാനോ? ആ, ഇന്നാ കുഞ്ഞു കുടിക്ക്. പിന്നെ ഇതാ ഈ പേപ്പറും തരാൻ പറഞ്ഞു. ഇതെന്തുവാ? ആഹാ, അപ്പൊ ഒന്ന് കോളൊന്നുമില്ല, പകരം ലെറ്ററായി. ശരിയാക്കി തരാം. ഇസ, താൻ ഒറ്റയ്ക്ക് പോവാതെ ഞാൻ വീട് വരെ കൊണ്ടുവന്നാക്കണോ? അയ്യോ വേണ്ടില്ല, ഞാൻ പൊക്കോളാം. സേഫായിട്ട് പോവൂലേ? ആന്ന്. ശരിയെങ്കിൽ ശരി. എന്താ ചെയ്യുന്നേ? ലില്ലി പൂണ്ട് ബൊക്കെ ഉണ്ടാക്കുക. ലിയാൻ, ഈ ലില്ലിപ്പൂ കൊടുക്കുന്നോണ്ട് എന്താ മീൻ ചെയ്യുന്നേ? ലില്ലി പൂണ്ട് ഒരുപാട് മീനിങ് ഉണ്ട്. പ്യൂരിറ്റി, ഇന്നസെൻസ്, റൊമാൻസ്, ലവ്, ബ്യൂട്ടി, എലജൻസ്, റീബർത്ത്, അങ്ങനെ ഒത്തിരി. ഓ, അപ്പൊ നമുക്ക് ഇഷ്ടാണെങ്കിലും ലില്ലി കൊടുക്കാല്ലേ? കൊടുക്കാം. അങ്ങനെയെങ്കിൽ ഈ പൂക്കൾക്കൊക്കെ കുറെ മീനിങ് ഉണ്ടാവില്ലേ? ഉണ്ടല്ലോ. എങ്കിൽ എനിക്കതൊക്കെ പറഞ്ഞുതരോ? പറഞ്ഞുതരാം. ഡെയിലി ഓരോ പൂവും വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എനിക്ക് പണിയുണ്ട്. അപ്പൊ ശരി. ഓ, അത് മതി. ശരി, പോയച്ചും വാ. ഇപ്പൊ ഇതെന്തുവാ ഈ നേരത്തൊരു മഴ? ആ, കൊട, ലെറ്റർ ഉണ്ടല്ലോ. അയ്യോ, എന്തേ? കൈ ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞതാ. ആണോ? എന്നാ ഞാൻ മരുന്ന് വെച്ചരാം. അതിന്റെ ആവശ്യമില്ല. ഇത് സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് ഇവിടെ. എങ്കിലും താൻ ഈ മുറികളൊന്നും കണ്ട് പണി ചെയ്യാത്തോണ്ടാ. ഇതൊക്കെ പല പണികളിലും പറഞ്ഞിട്ടുള്ളതാണ്. താൻ അവിടെ പോയിരുന്നോന്ന്. ഇതിപ്പോ മാറും. എങ്കിലും ഞാൻ വേണമെങ്കിൽ അത് കട്ട് ചെയ്യാം. അയ്യോ, അത് വേണ്ട. തനിക്കിത് അറിയാത്ത പണിയാണ്. അറിയാത്തവര് ചെയ്തിട്ടുണ്ടെങ്കിൽ പൂ വാടി പോകും. അതെന്താ അങ്ങനെ? ഓരോ പൂ മുറിക്കുമ്പോഴും അതിന്റെ അളവും സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അതറിയാണ്ട് മുറിച്ചാൽ ചീത്തയാവും. ഓ, അല്ല, ലിയൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ BSc അഗ്രികൾച്ചർ ആയിരുന്നു. എന്ന് വെച്ചാ +1ഉം +2ഉം VHSC ഫ്ലോറികൾച്ചർ ഓപ്പൺ കൾട്ടിവേഷൻ എന്ന കോഴ്സ് എടുത്തു. അതിനുശേഷം ഇത് ചെയ്തു. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണല്ലേ? അതെ. ഇന്നത്തെ പൂവിനോട് ഇത്ര ഇഷ്ടം? അത് വേറൊന്നും കൊണ്ടല്ലടോ. എന്റെ അമ്മ ഒരു പൂക്കാരിയായിരുന്നു. അങ്ങനെ അമ്മ പൂക്കളെ പരിപാലിക്കുന്നതും അതിൽ നിന്നും പൂവുണ്ടാകുന്നുള്ള സന്തോഷം കാണുമ്പോൾ എനിക്കെന്തോ അമ്മേനെ എന്നും ഹാപ്പി ആക്കാൻ തോന്നി. അപ്പൊ ഞാൻ കരുതി ഈ പൂക്കളെ കുറിച്ച് പഠിച്ച് കുറെ കറിഞ്ഞ് ഒരു പൂന്തോട്ടം തന്നെ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കരുതി. എന്നിട്ട് ഉണ്ടാക്കി കൊടുത്തോ? ഉണ്ടാക്കി കൊടുത്തു. അമ്മ എന്ത് പറഞ്ഞു? എന്നിട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു കാണണം. അതെന്താ അങ്ങനെ? അമ്മ മരിച്ചതിന് ശേഷം എനിക്ക് ആ പൂന്തോട്ടം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയത്. എനിക്ക് മനസ്സിലായില്ല. അമ്മ അച്ഛനെ ഒരു മാരേജ് കൂടാൻ പോയതാ. തിരിച്ചു വന്നപ്പോ ബസ്സിന് ബ്രേക്ക് കിട്ടിയില്ല. വണ്ടി നേരെ പുഴയിലോട്ടാ മറിഞ്ഞത്. അതിൽ ആർക്കും അധികം നീന്തലറിയാത്തതുകൊണ്ട് ഒരുപാട് പേര് മരിച്ചു. ആ കൂട്ടത്തിൽ അവരും ഉണ്ടായിരുന്നു. സോറി ഫോർ യുവർ ലോസ്. താൻ വിഷമിക്കണ്ട. ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്കൊരു ഏട്ടനും കൂടി ഉണ്ട്. അമ്മയച്ഛനും മരിച്ചതിന് ശേഷം എന്നെ മോനെ പോലെയാ നോക്കിയത്. ഒരു കുറവുകൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എന്നെ പഠിപ്പിച്ച് എല്ലാം ആക്കിയത് ഏട്ടൻ തന്നെയാ. എന്നിട്ടിപ്പോ ഏട്ടൻ എന്താ ചെയ്യുന്നേ? ഏട്ടനൊരു വർക്ക്ഷോപ്പിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് സ്വന്തമായിട്ട് അധ്വാനിച്ച പൈസകൾ കൂട്ടി വെച്ച് ഏട്ടൻ സ്വന്തമായിട്ട് ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി. പിന്നെ അവിടുത്തെ മാനേജറായി. ഇപ്പൊ വലിയ ബിസിനസ് ആണ്. ഹാപ്പി ടു ഹിയർ ദാറ്റ്. അല്ല, ഇതിൽ ഏത് ഫ്ലവറിന്റെ മീനിങ് എന്ന് പറഞ്ഞുതരാൻ പോകുന്നേ? ഓർക്കിഡ് പറഞ്ഞുതരാം. ഓർക്കിഡിന് കുറെ മീനിങ് ഉണ്ട്. ലവ്, ബ്യൂട്ടി, ലക്ഷറി, എലജൻസ്, സ്ട്രെങ്ത്, ഫിൽറ്ററിറ്റി, മിസ്റ്ററി, യൂണിക്നെസ്. ഇതൊക്കും ഇതിന്റെ കളറുകൾ ബേസ് ഉണ്ട്. വൈറ്റ് ഓർക്കിഡ് ആണെങ്കിൽ പ്യൂരിറ്റി, ഇന്നസെൻസ് ആണ്. പിങ്ക് ഓർക്കിഡ് ആണെങ്കിൽ ഗ്രേസ്, ഫെമിനിറ്റി ആണ്. പർപ്പിൾ ഓർക്കിഡ് ആണെങ്കിൽ റോയാലിറ്റി, അഡ്മിറേഷൻ ഒക്കെയാണ്. ബ്ലൂ ഓർക്കിഡിന് റാരിറ്റി, യൂണിക്നെസ്. യെല്ലോ ഓർക്കിഡിന് ഫ്രണ്ട്ഷിപ്പ്, ജോയ്. അങ്ങനെ ഇതിനെ കൈ വെച്ച് ഞെരടിക്കളയാനൊക്കെ ഭയങ്കര ഈസിയാ. പക്ഷെ ഇതിന്റെ അർത്ഥമൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഇതിനെങ്ങനെ വേദനിപ്പിക്കാന്ന് തോന്നിപ്പോകുന്നു. അത് ശരിയാ. പലരും പൂക്കളുടെ അർത്ഥം മനസ്സിലാക്കാതെയാണ് അതിനെ പരിപാലിക്കുന്നത്. ഈവൻ ചെമ്പരത്തിക്ക് വരില്ലേ സിംബോളിക്കൽ മീനിങ്? ലവ്, പാഷൻ, ബ്യൂട്ടി, ഫെമിനിറ്റി, ഹോസ്പിറ്റാലിറ്റി, ഷോർട്ട് ലിവ്ഡ് ബ്യൂട്ടി, അങ്ങനെ ഒത്തിരി. വായ അടിച്ചിട്ട് വീട്ടിൽ പോകാൻ നോക്ക്. രാത്രിയായി. ഓ, ശരിയാണല്ലേ. ഓക്കെ, ബൈ. ബൈഡോ. ലിയാനെ, അവൾക്ക് നിന്നോട് വല്ല ക്രഷും ഉണ്ടാ? എന്താ അങ്ങനെ ഒരു ടോക്ക്? അല്ല, അവളുടെ ചെല്ലുന്നിടത്തെ സ്വഭാവമൊക്കെ കാണുമ്പോ ഞാൻ കരുതുന്നു അവൾക്ക് നിന്നോട് എന്തോ ഉണ്ടെന്ന്. വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാണ്ട് വേഗം പോവാൻ നോക്കിയേ. ഓ, ഞാൻ പോവാണ്. അല്ലെങ്കിൽ നിന്നോട് എന്തെങ്കിലും പറയുമ്പോ എന്നെ തല്ലണം. അതെന്നെ ചെയ്യാൻ പോന്നെ. അതൊന്നും വേണ്ട, ഞാൻ പോണ്. ചെല്ല്. മോനെ, ഇതാ കുട്ടി മോന് തരാൻ പറഞ്ഞതാ. എവിടെ?
ഇസ, ആ ഇത് കർണേഷ്യൻ. ഇതിന്റെ മീനിങ് ലവ്, അഡ്മിറേഷൻ, റെസ്പെക്ട്, ഗുഡ് ലക്ക്, പ്രൊട്ടക്ഷൻ എക്സെട്ര. പിന്നെ കളർ വൈസ് ഉണ്ട്, അത് വേണോ? പറഞ്ഞോ. റെഡ് കർണേഷൻ ഡീപ്പ് ലവ്, അഫെക്ഷൻ, അഡ്മിറേഷൻ. പിങ്ക് ആണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്, മദേഴ്സ് ലവ്. വൈറ്റ് ആണെങ്കിൽ പ്യൂരിറ്റി, ഇന്നസെൻസ്, ലക്ക്. യെല്ലോ ആണെങ്കിൽ ഡിസപ്പോയിൻമെന്റ് ഓർ റിജക്ഷൻ. പർപ്പിൾ ആണെങ്കിൽ അൺപ്രഡിക്റ്റബിലിറ്റി. സ്ട്രിപ്പിൾഡ് ആണെങ്കിൽ റിഗ്രറ്റ്, ക്യാൻ ബി വിത്ത് യു, അങ്ങനെയൊക്കെ. ഓ ഐ സി. ഇനി പോവാൻ നോക്ക്. അല്ല, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ആ, ഒരു ചായ കുടിച്ചു. താൻ പോവാൻ നോക്ക്. ശരി. മോനെ, എന്നാ ഇത് മോനുള്ളതാ. ആ ചേട്ടാ, ഐ എം വെയിറ്റിംഗ് ഫോർ ദിസ്. എസാ ഡി, ആ ഇവിടെ വന്ന് എനിക്ക് സംസാരിക്കാനുണ്ട്. എന്തുണ്ട് നിനക്ക് സംസാരിക്കാനുള്ളത്? ലൂയിച്ചായ, നിങ്ങളായിരുന്നോ ഫോണില്? ആ, എങ്കിൽ നിങ്ങളായാലും മതി. ഇങ്ങോട്ട് തന്നേടി ഫോൺ. ഓ സ്വന്തം ചേട്ടനല്ലേ, സ്വന്തം ഫോണിൽ നിന്ന് വിളിച്ചാൽ പോരായിരുന്നു. ഞാൻ എന്റെ കാമുകനായിട്ട് സംസാരിക്കുമ്പോൾ അവന് പറ്റൂല. ഞാൻ ചോദിച്ചാൽ നീ നിന്റെ കാമുവിനായിട്ട് സംസാരിക്കുന്നു. ഇപ്പൊ തൽക്കാലം ഞാൻ സംസാരിച്ചിട്ട് തരാം. ആ അങ്ങനെയാണെങ്കിൽ എനിക്ക് കേൾക്കണം. നീ ഏട്ടനോട് എന്നോടും പറ. ശരി. എന്തുണ്ട് വലിച്ചു നീട്ടാണ്ട് കാര്യം പറ. ഏട്ടാ, ഒരു പെണ്ണ് നമ്മളെ ഹാപ്പി ആക്കാനും നമ്മളെ കെയർ ചെയ്യാനും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? പൂക്കളുടെ സൈക്കോളജിയും ഫിസിയോളജിയും ബയോളജിയും ഒക്കെ അവനറിയാം. പക്ഷേ പെണ്ണിന്റെ ഒന്നും അറിഞ്ഞുകൂടാ. അതിനെ ഞാൻ പഠിച്ചത് പൂക്കളെ കുറിച്ചല്ലേ. ഓ, പെണ്ണിനെ കുറിച്ച് പഠിക്കൊന്നും വേണ്ട, പെണ്ണിനെ അറിഞ്ഞാ മതി. സത്യം പറയടാ, ആരണ്ടവള്? അതിന് അന്ന് എനിക്ക് വേണ്ടി ഫ്ലവർ തന്നില്ലേ ആ കുട്ടി. അതിന് പിന്നെ ഫ്ലവർ തന്നായിരുന്ന? അങ്ങനെയല്ല, ഞാൻ കാണേണ്ട ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടായിരുന്നു. ഓ എന്നാ പിന്നെ അത് തന്നെ. എന്ത്? എടാ ലവേടാ. അവള് നിനക്ക് വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, നിന്നെ ഹാപ്പി ആക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇറ്റ്സ് കോൾഡ് ലവ്. കുറെ ആയോ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ കുറച്ചധികം ആയിട്ടുണ്ട്. എങ്കിലും പുള്ളിക്കാരനെ കണ്ട് സംസാരിച്ച് എന്താന്ന് വെച്ചാൽ നീ തീരുമാനിക്കേ. ഒരുപക്ഷെ അത്ര ആഴത്തിൽ നിന്നെ അവൾ പ്രേമിക്കുന്നുണ്ടാവും. ഞാൻ നോക്കാം. ശരിടാ, എങ്കിൽ ഞാൻ വെക്കട്ടെ, അവിടെ പണിയുണ്ട്. ആ ശരി, ബൈ. ബൈഡാ. എന്തായാലും നിങ്ങൾ സെറ്റായി എനിക്ക് ഫസ്റ്റ് ഡേറ്റ് തരണോട്ടാ. ഓ, ആദ്യം തന്നെ ഞാൻ അവളൊന്ന് കാണട്ടെ, എന്നിട്ട് ബാക്കി പറയാം. അപ്പൊ ഇതുവരെ കണ്ടിട്ടില്ലേ? ഇല്ല. ഓ ഐ സി. എന്നെ നീ കാണും, എന്നെ കാണിക്ക്. ശരി. എന്താ ഇവിടെ ചർച്ച? ഒന്നുമില്ല, ഒരു പൂവിന്റെ കാര്യം പറഞ്ഞതാ. അതെ, വളരെ മനോഹരമായ ഒരു ചുവന്ന പൂവിന്റെ കഥ. ഡേ, വേണ്ടായിരുന്നു പണി ചെയ്തേ നീ. ഓ ഞാൻ പോവാണ്. ഇയാളവിടെ പോയിരുന്നോ? ഞാനെന്നാ എന്റെ പണി ചെയ്യട്ടെ. ആ ശരി. Garden of time, shadows chase the night. Blossoms of destiny, bloom and fade. Every step we take, every choice we've made. Colors of tomorrow painted in the breeze. Blossoms of destiny were lost in these. Roots entwined in the soil of chance. Every glance a promise, every move a dance. The rain hums a tune of what could be, while the sun burns through what we can't see. A spark, a flame, a fleeting touch. Can we hold it? Is it too much? Blossoms of destiny, bloom and fade. Every step we take, every choice we've made. Colors of tomorrow painted in the breeze. Blossoms of destiny were lost in these. അങ്കിൾ, സ്ഥിരം ഓർഡർ ടീ കൊടുത്തേക്കണേ. ശരി കുഞ്ഞെ. പിന്നെ അതെ, ഇത് മോൾക്ക് അവൻ തന്നതാ. ലെറ്റർ. താങ്ക് യു അങ്കിൾ. ശരി എങ്കിൽ. ശരി മോളെ. നിനക്കറിയോ, ഈ ചെറിയ കെയറെല്ലാം എനിക്കൊരു രക്ഷയായി തോന്നി. എന്നെ ഇത്രയും കെയർ ചെയ്ത് എന്നെ നോക്കുന്ന എൻ്റെ ഇത്രയും പ്രിയപ്പെട്ട റെഡ് റോസിന്. ഐ ഡോണ്ട് വാണ്ട് ടു പ്ലേ ഹൈഡ് ആൻഡ് സീക്ക് എനിമോർ. ഇഫ് ഇറ്റ്സ് റിയലി യു ഹൂസ് ബീൻ ലിവിങ് ദീസ് നോട്ട്സ് ആൻഡ് കെയറിങ് ഫോർ മീ, ഐ വാണ്ട് ടു സീ യു ജസ്റ്റ് വൺസ് പ്ലീസ്, ഫ്രം യുവർ മാൻ. ലൂയിസ്, നോക്ക് ഇതിന്റെ അവസാനം എഴുതിക്കുന്നു യുവർ മാൻ. Then you changed a lot. Nothing. I just happy to see your happy face. താങ്ക് യു ഫോർ എവറിത്തിങ്. You know that very well. ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് താങ്ക്സ് ഒന്നും വേണ്ട. പകരം നീക്ക് ഒരു 1000 രൂപ അക്കൗണ്ടിൽ കിട്ടാൻ മതി. 1000 അല്ല, ഒരു കോഴി വേണമെങ്കിൽ ഇട്ടുതരാം. Really? അത്രയും ഫാളില്ലാവായോ? Yes, I really fall for him. I can't even imagine a life without him. കുഞ്ഞ് മോനുള്ള കത്ത്. താങ്ക് യു ചേട്ടാ.
So you really want to see me, alle? Then let's make this a deal more fun. Life without a game is boring, isn't it? So I gave you some clue. Check under the jasmine pot near your shop door. Some people carry sunshine without even knowing it. The way you smile feels like morning light after a long night. The world looks softer when you are around, as if even the flowers know they are in safe hands. I don't know if you realize how rare it is to make someone feel calm and alive at the same time. You do that just by being you. This is not a confession, it's just a thank you for existing the way you do. And the final clue is here, your favorite place. I will be there holding your favorite red rose bouquet. So the mystery girl finally decided to show her face. Not so easy, Mr. Flower Boy. I made you run half the town for this moment, alle? All those little cares, umbrella tea, band-aid, അതൊക്കെ നീയാണോ? Yes, ഞാൻ തന്നെ. Then why the hell you lied to me? എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞ് എന്റെ ഷോപ്പിൽ നിന്ന് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്തത്? അത് പിന്നെ ഇസബെല്ല, നിനക്കൊക്കെ സമയം എന്ന് പറയുന്നത് കുട്ടികളിയായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. നീ കാരണം എത്ര നേരം ഞാൻ ഇവിടെ കിടന്ന് ചുറ്റിയെന്നറിയോ? നിനക്ക് നേരിട്ട് വന്ന് എന്നോട് പറയേണ്ട കാര്യം ഇത്രയും വളച്ചൊടിച്ചത് എന്തിനാ? അതൊക്കെ ഫെൽറ്റ് ലവബിൾ, ബട്ട് നൗ ഇറ്റ്സ് എ ബാക്ക് സ്റ്റാബ്. കൂടെ നിന്ന് എന്റെ നീക്കങ്ങൾ പഠിച്ച ഒരു സ്റ്റോക്കറാണ് നീ. ഈവൻ എന്നെ കുറിച്ച് വരെ ഞാൻ നിന്നോട് ഓപ്പൺ അപ്പ് ആയതാണ്. എന്നിട്ട് പോലും നീ നിന്നെ കുറിച്ച് പറയാനോ എന്നോട് ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കാനോ നിന്നില്ല. ഞാൻ എൻ്റെ ഇഷ്ടം നിങ്ങളോട് എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തത് ഇതൊക്കെ. And then what you earn? നീ എന്ത് നേടി എന്നിട്ട്? എന്നെയോ? എന്നെ നേടാൻ അങ്ങനൊന്നും കഴിയില്ല വേണേ. പോവാൻ നോക്ക്, വെറുതെ എന്റെ സമയം കളയാനായിട്ട്. പ്ലീസ് ലിയാൻ, അങ്ങനെ പറയരുത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ആർക്കും വേണ്ടി കരഞ്ഞിട്ടില്ല, പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ ചാവാൻ വരെ തയ്യാറാ. പ്ലീസ് എന്നെ വിട്ടു പോകരുത്. ഇത്രയും കാലം ഞാൻ പിന്നാലെ നടന്നത് നിങ്ങളുടെ വായിൽ നിന്ന് എന്നെ ഇഷ്ടമാണെന്ന് കേൾക്കാൻ വേണ്ടി. ഒരൊറ്റ പ്രാവശ്യം എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഈ ദേഷ്യമൊക്കെ. ഞാൻ കാല് പിടിക്കാം, എന്നെ ഇട്ടേച്ച് പോകരുത്. ഒരു സെക്കൻഡ് ചാൻസ് എനിക്ക് തരണം പ്ലീസ്. No, I can't. ലിയാൻ പ്ലീസ് അങ്ങനെ പറയരുത്. എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ട് ഒരു ചാൻസ്, ഒരൊറ്റ ചാൻസ് മതി. അതല്ലേ പറഞ്ഞത്, തരാൻ എനിക്ക് സൗകര്യമില്ലെന്ന്. ലിയാൻ താനില്ലേ, ഞാൻ ചത്തുപോടോ. എന്നാ പോയി ചാവ്. എന്മിഴികൾ നിറയും നൊമ്പരം എന്നും ഓർക്കുന്നുവോ, വീണ്ടും ഓർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ്. എന്നും ഓർക്കുന്നു ഞാൻ, എന്നും ഓർക്കുന്നു ഞാൻ അന്നു നാം തങ്ങളിൽ പിരിയും രാവ്. മതിയുടെ ഇങ്ങനെ ഇരുന്നത് ഇപ്പൊ കൊറേ ആയില്ലേ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്. നീ പറയുന്നത് നിനക്ക് അവളെ ഇഷ്ടമല്ലാണ്, എന്നിട്ട് നീ പറയുന്നത് ഒന്ന് ചെയ്യുന്നതോ വേറൊന്ന്. നീ കരയുവാ? അറിയില്ലടി, ആരോ കെയർ ചെയ്യുന്നുണ്ട്. ആരൊക്കെയോ എനിക്ക് വേണ്ടി സംസാരിക്കാനും എന്നെ മനസ്സിലാക്കാനുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വല്ലാതെ ഹാപ്പി ആയതാ. അവളാന്ന് അറിഞ്ഞപ്പോൾ എനിക്കതിൽ ഇരട്ടി സന്തോഷം ഉണ്ടായത്. പക്ഷെ അവൾ ചെയ്തത് എനിക്ക് അത്ര ഇഷ്ടമായില്ല. അത് ഞാൻ ഓപ്പണായി പറഞ്ഞു. പക്ഷെ അത് അവളുടെ ഭാഗത്ത് നിന്ന് എത്രത്തോളം ഹേർട്ട് ഒന്ന് തിരിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത്. പിന്നെ പറഞ്ഞു ചെന്ന് അവളെ അന്വേഷിച്ച് സമാധാനിപ്പിക്കാനായിട്ട് അവൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അവളുടെ വീട്ടിലൊന്നും അവൾ കാണാനും കിട്ടുന്നില്ല. സോ ഇതിന്റെ കരുത്ത് എന്താ? നിനക്ക് അവളെ ഇഷ്ടമാണെന്നാണോ? ഐ എം റിയലി ഹാപ്പി ലിയാൻ. അവൾ എന്തായാലും തിരിച്ചു വരും, നോക്കിക്കോ. നിന്നെ അവൾ യഥാർത്ഥമായിട്ടാണ് പ്രണയിച്ചെങ്കിൽ അവൾ നിനക്ക് വേണ്ടി വരും. വരണം. എക്സ്ക്യൂസ് മീ. യെസ് ലിയാൻ റൈറ്റ്? ഹാ, എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ആരാ? ഞാൻ ഇസബെല്ലയുടെ ഫ്രണ്ടാ. ഓ യാ, എവിടെ ഇരിക്കൂ. എല്ലാത്തിനും കാരണം ഞാനാ. എനിക്ക് മനസ്സിലായില്ല. അവളിങ്ങോട്ട് പറഞ്ഞയച്ചതും അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതും ഞാൻ തന്നെയാ. ലിയാൻ, താൻ അവളെക്കുറിച്ച് അറിയാൻ ഒരുപാടുണ്ട്. തനിക്കറിയോ, അവളെ സന്തോഷിച്ച് ഞാൻ കണ്ടത്
തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ കുറച്ച് നാളിലെ ആ ദിവസങ്ങളിലായിരുന്നു. എൻ്റെ ബെൽ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവൾ കണ്ടുമുട്ടി അന്നു മുതൽ അവളെന്നോട് സംസാരിച്ച് എന്നെ കൂട്ടായത് അവൾ ഇങ്ങോട്ട് വന്നിട്ടല്ല, ഞാനായിട്ട് അങ്ങോട്ട് ചെന്നിട്ടാ. ഞങ്ങൾ പഠിക്കുമ്പോൾ തൊട്ട് കുഞ്ഞുനാളിൽ മുതൽ ഒരു ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിൽ ആരും കെയർ ചെയ്യാതെ ഒരു ഭാഗത്തിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അവൾ അങ്ങനെ ആരോടും സംസാരിക്കാനൊന്നും ചെല്ലൂല. ഞാനായിട്ട് ചെന്ന് സംസാരിച്ചതാണ്. കൂട്ടുകൂടണമെന്ന് പറഞ്ഞിട്ടൊക്കെ അവള് വേണ്ടാന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കി. ഒരു മാസം ഞാൻ പിന്നാലെ നടന്നു. അവളെന്നെ കൂട്ടുകാരനാക്കൂല എന്നൊക്കെ പറഞ്ഞ് കുറേ ഒച്ചയുണ്ടാക്കി. അവസാനം ഞാൻ പോകൂലെന്ന് മനസ്സിലാക്കി അവൾ എന്നെ കൂട്ടുകാരനാക്കിയതാ. അവളുടെ ജീവിതത്തിൽ ആകെയുള്ള ബെസ്റ്റ് ഫ്രണ്ട് അത് ഞാൻ മാത്രം. പണ്ടൊരു 10ാം ക്ലാസ് വരെ അവൾ എന്ത് ചോദിച്ചെടുത്താലും എന്നെ വിളിച്ച് സംസാരിച്ച് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചൊരു പെൺകുട്ടിയായിരുന്നു. പിന്നീട് അവളാകെ മാറി. എൻ്റെ അഭിപ്രായങ്ങളൊന്നും തേടാതെ എന്നോട് സംസാരിക്കാതെ അവൾ അകലം വലിച്ചു തുടങ്ങി. അന്ന് മുതൽ അവൾ എന്നോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല. എന്നുവെച്ചാൽ ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കല്ലാണ്ട് അവളായിട്ട് വന്ന് സംസാരിക്കില്ല. ഒരിക്കല് എനിക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ട് അവൾ എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. തന്നെ ഇഷ്ടമാണെന്ന്. ആദ്യമായിട്ട് അവൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അവളെ സഹായിക്കാൻ അവൾ എന്നോട് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഹാപ്പിയായിടോ. ഞാൻ അവളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത് അവൾ ഇതുപോലെ വന്ന് എന്നോട് സംസാരിക്കണം എന്നായിരുന്നു. എന്നോട് വന്ന് സംസാരിച്ചു. ഇതിനെ കുറിച്ച് ഭാഗത്തോരാതെ പിന്നീടുള്ള നാളുകളിൽ അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ ഭാഗത്ത് ഞാൻ ഇതുവരെ കാണാത്ത കുറേ ഭാവങ്ങൾ ഞാൻ കണ്ടു. അവൾ ചിരിക്കുന്നത്, അവൾ നിന്നെക്കുറിച്ച് പറയുമ്പോൾ ആലോചിച്ചിരിക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവിടെ കണ്ടു. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. കാരണം അവളുടെ മുഖത്ത് അങ്ങനെ ഒരു ഭാവം ആരും കണ്ടിട്ടില്ല. അവളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗ്സും ആരും തന്നെ അവളുടെ ആ മുഖം കണ്ടില്ല. പക്ഷെ ഞാൻ കണ്ടു. നിന്നെ കണ്ടുമുട്ടിയ ദിവസങ്ങൾ തൊട്ട് ഞാൻ ആ മുഖം കാണാൻ തുടങ്ങി. സെൽഫ് റെസ്പെക്റ്റിന്റെ മഹാറാണിയായിരുന്നു അവള്. ആരും കൊണ്ട് അവളെ തളർത്താനോ ആരും കൊണ്ട് അവളെ ജഡ്ജ് ചെയ്യാനോ സമ്മതിച്ചിട്ടില്ല അവൾ. അങ്ങനെയൊക്കെ ആയിരുന്നു അവള്. നിനക്ക് വേണ്ടി അവളുടെ ജോലി മാറ്റി വെച്ചത്, 24 മണിക്കൂർ നിന്നെ മാത്രം ആലോചിച്ച് നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തത്. ഷി ഫാൾ റിയലി ഹാർഡ് ഫോർ യു മാൻ. ഒരു പെണ്ണ് അവൾ സ്നേഹിക്കുന്നവന് വേണ്ടി ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് ഷീ ലവ് യു. ബെൽ, ഞാനത് വെയിറ്റ് ലിയാൻ, ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല. തനിക്കറിയോ, ബെല്ല അച്ഛനും അമ്മയും ഇല്ലാണ്ട് ഗ്രാൻഡ് മയും വളർത്തിയ മോളാ. അവളുടെ അച്ഛനും അമ്മയും സ്നേഹിച്ച കല്യാണം കഴിച്ചത്. അങ്ങനെ ബെല്ല ജനിച്ച് അവൾക്ക് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ അവളുടെ അച്ഛനും അമ്മയും നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. എവിടെ തിരിഞ്ഞാലും അടി വഴക്കും മാത്രം. കുഞ്ഞ് ബെല്ല വളർന്ന് വലുതാവും തോറും അവൾ മനസ്സിലാക്കി അവളുടെ അച്ഛനൊരു വൃത്തിയായിട്ട മനുഷ്യനായിരുന്നു. പല പെണ്ണുങ്ങളുടെ കൂടെ കിടന്നിട്ടുണ്ട്. അവളുടെ അമ്മയുടെ കൂടെ മാത്രമല്ല, വേറെ കുറെ പെണ്ണുങ്ങളായിട്ട് അയാൾക്ക് അഫെയർ ഉണ്ടായിരുന്നു. അതിൽ കുട്ടികളും ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റാണ്ട് അവളുടെ അമ്മ സൂസൈഡ് ചെയ്ത് മരിച്ചു. പക്ഷെ ഇതറിഞ്ഞിട്ട് അയാൾക്ക് സങ്കടമൊന്നും ആയില്ല കേട്ടോ. അയാൾ വേറെ ഭാര്യയുടെ കൂടെ ഹാപ്പി ആയിട്ട് ജീവിച്ചു. പക്ഷേ അയാൾ ബെല്ലയെ നോക്കാൻ മറന്നു. ചെറിയ പ്രായത്തിൽ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കിടക്കാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ? ബെല്ല ഡിപ്രഷനിലായിരുന്നു. അത്രയും ചെറിയ പ്രായത്തിൽ 10 വയസ്സുള്ളപ്പോൾ തൊട്ട്. മുത്തശ്ശനും മുത്തശ്ശി അവളെ തിരിച്ചു കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ അവളുടെ മുഖത്ത് ചിരി കാണാൻ ആർക്കും സാധിച്ചില്ല. അവൾ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു കൊച്ചായിരുന്നു. അവളുടെ സംസാരം നിന്നു. പിന്നെ ഒരു കോൾഡ് പേഴ്സണാലിറ്റി ആയി. ആരോടും സംസാരിക്കാൻ കൂട്ടാക്കാത്ത, എല്ലാവരോടും ദേഷ്യപ്പെടുന്ന, അവളുടെ എയിം മാത്രം നോക്കിയിരിക്കുന്ന ഒരു പെൺകുട്ടി. മറ്റുള്ളവരുടെ ഫീലിങ്സോ മറ്റുള്ള ഹാപ്പിനെസ്സോ ഒന്നും അവൾക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതിൽ നിന്നൊക്കെ മാറി ഹാപ്പിനെസ് എന്താണെന്ന് മനസ്സിലാക്കി, ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കിയതൊക്കെ തന്നെ കണ്ടപ്പോഴാണ്. പക്ഷെ എനിക്കറിയാം താൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. തൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഞാനും തൻ്റെ സ്ഥാനത്താണെങ്കിൽ ഇത് തന്നെ ചെയ്യുള്ളൂ. എപ്പോഴും താൻ സ്ട്രോങ് ആണെന്ന് നടിക്കുന്നവർക്ക് അധികം നേരമൊന്നും വേണ്ട ആ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ കറേജൊക്കെ തകിട് പൊടിയാവാനായിട്ട്. എന്താ പറഞ്ഞിരുന്നത്? അവള് വീണ്ടും പഴയതുപോലെ ആയിടും. ഡിപ്രഷൻ സ്റ്റേജിലേറ്റായി. ഇപ്പൊ ആരോടും മിണ്ടുന്നില്ല. ഒരു റൂമില, ഭക്ഷണം കൊടുത്തിട്ട് കഴിക്കുന്ന പോലില്ല. 1 മാസമായി റൂമിൽ കിടക്കുന്നു. ചത്തോ ജീവനോട് ഉണ്ടോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. താനൊന്ന് വരണം, ഒന്ന് നോക്കണം. കുറച്ചു നാൾ തന്നെ കാണാണ്ടാവുമ്പോ എല്ലാം മറന്നോളെന്ന് കരുതി. പക്ഷെ ഇപ്പോ സ്റ്റേജ് ഭയങ്കര മോശമായിട്ടിരിക്കുക. താനൊന്ന് വന്ന് രക്ഷിക്കണം. എന്നിട്ട് ഞാൻ അവളെ കൊണ്ട് എവിടെയെങ്കിലും പൊക്കോളാം. എവിടെയാ? എനിക്ക് അവളെ കാണണം. വാ. ലിയാൻ, എനിക്കറിയായിരുന്നു ഞാൻ ഇവരോടൊക്കെ പറഞ്ഞത്. താൻ എന്നെ കാണാൻ വരുന്നു. താൻ വന്നത് എനിക്കൊരു സെക്കൻഡ് ചാൻസ് തരാനല്ലേ? പറ ലിയാൻ, അല്ലേ? എന്തിനണ്ടി ഞാൻ സെക്കൻഡ് ചാൻസ് തരേണ്ടത്? അപ്പൊ എനിക്ക് തരില്ലേ? പൊട്ടി, ഫസ്റ്റ് ചാൻസ് ഞാൻ നിനക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് പോരെ സെക്കൻഡ് ചാൻസ്? എന്നുവെച്ചാ എന്റെ നിനക്കുള്ള ഫസ്റ്റ് ചാൻസ് എന്റെ ഭാര്യയായിട്ട് വരുമെന്ന് ചോദിക്കാനാ. സെക്കൻഡ് ചാൻസ് നമുക്ക് 2-3 പിള്ളേരുണ്ടാക്കാം. ലിയാൻ, ഇത് സത്യമാണോ? അടി, എന്നെ ശരിക്കും ഇഷ്ടായോ? ഒരുപാട് ഇഷ്ടായി. എനിക്ക് സന്തോഷായി. എനിക്ക് ഒരുപാട് സന്തോഷായി. ഞാനൊന്ന് കിസ് ചെയ്തോട്ടെ?
പിന്നെന്താ? പക്ഷെ എനിക്ക് കിസ് ചെയ്യാൻ അറിഞ്ഞൂടാ. ഓ, പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാലോ ഇങ്ങനെയൊക്കെ പഠിക്കുന്നത്. വാ. പിന്നെ എന്താ? നമുക്ക് 3 അല്ല 5 പിള്ളേരെ വേണം. ആ എന്റെ കർത്താവേ, എനിക്ക് സന്തോഷം. എന്റെ കൊച്ചു ചിരിച്ചു കണ്ടല്ലോ. മറിയേ, ഇനി നമ്മുടെ കൊച്ചു ഡെയിലി ചിരിക്കും. നല്ലൊരു പയ്യനെ ആൾക്ക് കിട്ടിയേക്കുന്ന. അതെ, ഈ ഞാൻ കാരണം. നിനക്കെന്തടി പ്രാന്തായോ? ഞാൻ എന്നെ വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് ജീവിക്കണ്ട. ഈ പോത്തെ, ഇത്രയും കഷ്ടപ്പെട്ട് അവനെ വളയ്ക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തിട്ട് ചാവാ നിൽക്കുന്നോ? അവന് നിന്നെ വേണമെന്ന് പറഞ്ഞ് ദിവസം വരും. നീ കാത്തിരിക്കതിന്. ഇല്ല, ഞാൻ വരില്ല. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അവൻ വരും. പക്ഷെ എനിക്ക് 1 മാസം നീ തരണം. പക്ഷെ ഒരു പക്ഷയില്ല, അവൾ ചാവാൻ നടക്കുന്നു. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടി. വിട്ടുകൊടുത്തു അല്ലേ? ആ, തനിക്കവളെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. നിന്നോടാര് പറഞ്ഞു? അതൊക്കെ ഊഹിച്ചെടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. അങ്ങനെയാണല്ലോ സാധാരണ സിനിമകളുടെ എൻഡിങ്. അതെ, ഇതങ്ങോട്ട് നോക്കിയേ. അതാരാ? എന്റെ ഭാര്യ ജൂലിയറ്റ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആ, ഈ കഥയുടെ അവസാനം ഇങ്ങനെ വന്നാ മതി. പോ